Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 5th സെമസ്റ്റർ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ 31-ാം തീയതി നടക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ പ്രോബ്ലം പേപ്പറാണ് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തുണ്ടെങ്കിൽ കാണാം. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിൽ കൂടിയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻ്റ് ഒക്കെ ഏകദേശം 11 സെഷൻ കൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ പഠിച്ചു കഴിയാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോയിൻ ചെയ്ത് പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. essay യൂഷ്വലി കണ്ടുവരാറ് 3 പ്രോബ്ലംസും ഒരു തിയറിയാണ്. ചില സമയത്ത് 2 പ്രോബ്ലംസും 2 തിയറിയും ഇപ്പെടുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് വന്നത്. അപ്പോൾ പ്രോബ്ലംസ് കൂടുതൽ അറ്റൻഡ് ചെയ്താൽ അതാണ് ഏറ്റവും നല്ലത്. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുള്ളതാണ്. കാരണം പ്രോബ്ലംസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. തിയറി എത്ര എഴുതിയാലും സ്കോർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. മിക്ക പേപ്പറിലും റേഷ്യോനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം വരാറുള്ളതാണ്. നമുക്ക് റേഷ്യോ തരും, അതിനുശേഷം അതിൽ നിന്ന് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. സോ ഒരു പ്രോബ്ലം എല്ലാ പ്രാവശ്യവും വരാറുള്ളതാണ്. റേഷ്യോ തരുന്നു, അതിനുശേഷം അതിൽ നിന്ന് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം. അതാണ് ആദ്യത്തെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യം. മൂവിങ് ടു നമ്പർ 2, രണ്ടാമതായിട്ട് പ്രതീക്ഷിക്കുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രോബ്ലം വരാം, അതുപോലെ തന്നെ അതിൻ്റെ തിയറിയും വരുന്നുണ്ട്. പ്രോബ്ലത്തിൻ്റെ കൂടെ തിയറിയും. അപ്പോൾ തിയറിയും നിങ്ങൾ പഠിച്ചിരിക്കണം. തിയറിയിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ യൂസസ്, ഇതൊക്കെ ചോദിച്ചിട്ടുള്ള തിയറിയാണ് കണ്ടുവരുന്നത്. അപ്പോൾ പ്രോബ്ലത്തിനും തിയറിക്കും നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. ഫണ്ട് ഫ്ലോ. ഓക്കെ, മൂന്നാമതായിട്ട് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ പ്രോബ്ലം മിക്ക പേപ്പറിലും വരാറുള്ള മറ്റൊരു ചോദ്യമാണ്. അതിൽ കാൽക്കുലേഷൻ BEP, മാർജിൻ ഓഫ് സേഫ്റ്റി, ഇതിൻ്റെയൊക്കെ കാൽക്കുലേഷൻ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം വരാം. അതുപോലെ തന്നെ അതിൻ്റെ തിയറിയും വരാറുണ്ട്. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അതിൻ്റെ ആപ്ലിക്കേഷൻ, അതിൻ്റെ യൂസസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതൊക്കെ ചോദിച്ചിട്ടുള്ള തിയറി. എന്താണ് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ യൂസസ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻസ്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. മൂവിങ് ടു നമ്പർ 4, നാലാമതായിട്ട് പ്രതീക്ഷിക്കുന്നതാണ് തിയറിയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്താണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്താണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൻ്റെ ഇമ്പോർട്ടൻസും ലിമിറ്റേഷൻസും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം. ഇമ്പോർട്ടൻസ് ആൻഡ് ലിമിറ്റേഷൻസ്. അപ്പോൾ തിയറിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ്. നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു സജഷനും കൂടി നൽകുകയാണെങ്കിൽ, 1-2 കൂടി നൽകുകയാണെങ്കിൽ, ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോമാറ്റ്. പ്രൊഫോമ ഡിറക്റ്റ് മെത്തേഡാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഡിറക്റ്റ് മെത്തേഡ് പ്രകാരമുള്ള ഫോമാറ്റ് ഒന്ന് എക്സ്പ്ലെയിൻ. ചിലപ്പോൾ ഇൻഡയറക്റ്റും ചോദിക്കാം. അപ്പോൾ ഫോമാറ്റ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് എഴുതി വെച്ചാൽ മതി. വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യം. അപ്പോൾ ഇതാണ് എനിക്ക് മെയിനായിട്ട് സജസ്റ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ. പിന്നെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ട്രെൻഡ് അനാലിസിസ്. ശരിക്കും 5 മാർക്കിന് വരാറുള്ളതാണ്, ബട്ട് ഒരു പ്രാവശ്യം അത്
ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ട്രെൻഡ് അനാലിസിസിൻ്റെ പ്രോബ്ലം എസ്സിക്ക് ഇട്ടു. ഓക്കെ, സാധാരണ അത് 5 മാർക്കിൻ്റെയിലാണ് വരാറ്. കോമൺ സെൻസ് അതുപോലെ തന്നെ ഈ പറയുന്ന ട്രെൻഡൊക്കെ 5 മാർക്കിൻ്റെയിലാണ് കണ്ടുവരാറ് കേട്ടോ. അപ്പോൾ ഇതാണ് എസ്സിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഞാൻ റേഷ്യോയുടെ ഒരു റേഷ്യോ തന്നിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കുന്നു. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമോ അല്ലെങ്കിൽ അതിൻ്റെ തിയറിയോ എക്സ്പെക്ട് ചെയ്യുന്നു. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫുൾ പ്രോബ്ലം അല്ലെങ്കിൽ അതിൻ്റെ തിയറിയിലെ ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ്, യൂസസ്, ഇതാണ് സാധാരണ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ പ്രോബ്ലം പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ അതല്ലെങ്കിൽ അതിൻ്റെ തിയറിയും വരാറുണ്ട്, യൂസസ്, ആപ്ലിക്കേഷൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ആൻഡ് ലിമിറ്റേഷൻസ്, തിയറി. ദെൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രൊഫോമ, ഡിറക്റ്റ് മെത്തേഡ് ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, ഒരൊറ്റ പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ട്രെൻഡ് അനാലിസിസിൻ്റെ ഒരു പ്രോബ്ലം ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഏരിയാസിൽ നിന്ന് കൂടുതൽ നമ്മൾ എസ്സേ പ്രതീക്ഷിക്കുന്നു. യൂഷ്വലി 3 പ്രോബ്ലംസും ഒരു തിയറിയാണ് വരാറ്. ചില സമയത്ത് 2 പ്രോബ്ലംസും 2 തിയറിയും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളും പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളും ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ഒക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.